ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു അറിവ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് വാട്സപ്പ് കാരണം നമുക്ക് മൊബൈൽ സ്റ്റോറേജ് ഫുള്ളാവാം. അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം വാട്സപ്പ് എടുക്കുക. ഈ സൈഡിൽ കണ്ട 3 ഡോട്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് വരും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും. താഴോട്ട് പോകുമ്പോൾ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ കാണാം മാനേജ് സ്റ്റോറേജ് എന്ന് കാണാം. മേലെ തന്നെ ഫസ്റ്റ് തന്നെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് താഴെ കുറേ വീഡിയോസൊക്കെ വരും നമ്മൾ അയച്ച വീഡിയോസ്. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാ വേണ്ടാത്തത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ കണ്ട ഞാൻ ഒരാൾക്ക് അയച്ച ഫോട്ടോസും വീഡിയോസും എല്ലാം ഇത്. അപ്പോൾ ഇത് മുഴുവനും വേണമെങ്കിൽ ഈ സെലക്ട് ഓൾ പ്രസ് ചെയ്യുക. ബോക്സ് കണ്ടില്ല, ബോക്സിൽ കൊടുക്കുക. അല്ലാത്തതാണെങ്കിൽ ഓരോന്നിങ്ങനെ ടിക്ക് ഇട്ടിട്ട് മേലെ ഡിലേറ്റ് ഓപ്ഷൻ കണ്ട അങ്ങനെ ചെയ്താലും മതി. ഇപ്പം എനിക്ക് ഈ ഒരെണ്ണേ ഡിലേറ്റ് ചെയ്യണ്ട, അതുകൊണ്ട് ഞാൻ മേലെ ഡിലേറ്റ് ഓപ്ഷൻ കണ്ടില്ല, അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ വരും ഡിലേറ്റ്. അപ്പോൾ അവിടെ ഡിലേറ്റ് കൊടുക്കുക. അപ്പോൾ അത് ഡിലേറ്റ് ആയി കേട്ടോ. പിന്നെ തിരിച്ചു കിട്ടൂല. അപ്പോൾ ഇനി നോക്കി എല്ലാ വീഡിയോ ഡിലേറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാം ഒന്നിച്ച് ഡിലേറ്റ് ചെയ്താൽ പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല. പിന്നെ അടുത്തത് നമ്മൾ ഒരുപാട് വോയിസ് അയച്ചിട്ടുണ്ടാവും എല്ലാവർക്കും. ആ വോയിസ് എല്ലാം ഇനി എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് ഇതിലാകുമ്പോൾ നമുക്ക് വേഗം എടുത്ത് ചെയ്യാൻ പറ്റും. കണ്ട സൈഡിൽ കണ്ട നമ്മൾ ഓരോരാളെ പേര് ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പേരുണ്ടാവും. പക്ഷേ അപ്പോൾ ഇങ്ങനെ എടുക്കുക. ഇത് കണ്ട, ഇതൊക്കെ ഞാൻ ഒരാൾക്ക് അയച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഞാൻ ഡിലേറ്റ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. ഇനി അടുത്തെടുത്ത് നോക്കും. ഞാൻ അടുത്തെടുത്ത് നോക്കും. കണ്ട ഇത് ഞാൻ അയച്ച വോയിസാണ്. ഇത് ഒരുപാട് വോയിസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാരണം നമുക്ക് സ്റ്റോറേജ് ഫുള്ളാവും. കണ്ട ഇതിപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഓരോന്നാണെങ്കിൽ ഡിലേറ്റ് ചിഹ്നം കണ്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക, ഡിലേറ്റ് ചെയ്യുക. മുഴുവനാണെങ്കിൽ ഈ ബോക്സിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ട താഴെ ഡിലേറ്റ് വരും. അന്നേരം മുഴുവനായിട്ടും ഡിലേറ്റ് ആവും. ചില സമയത്ത് നമുക്ക് കാണാം സ്റ്റോറേജ് ഫുള്ളായി എന്ന് എഴുതി വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ വാട്സപ്പ് എടുക്കുക, ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യമില്ലാത്ത ഡിലേറ്റ് ചെയ്യുക. അന്നേരം കുറേ സ്റ്റോറേജും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ്.